ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫൗസ്റ്റീനമ്മയുടെ ഡയറിയിൽ 607 പാരഗ്രാഫിൽ ഫൗസ്റ്റീനമ്മ തനിക്കുണ്ടായ വലിയ ബുദ്ധിമുട്ടിനെക്കുറിച്ചും ദുരിതത്തെക്കുറിച്ചൊക്കെ പറയാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയാം, 607 പാരഗ്രാഫിൽ, എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലും എൻ്റെ ഏറ്റവും വലിയ ദുരിതത്തിലും എൻ്റെ ആത്മീയ സമാധാനം, എൻ്റെ ആന്തരിക സമാധാനം, എൻ്റെ ആന്തരിക സമചിത്തത, ആ ഒരു ബാലൻസ് ഞാൻ കളഞ്ഞില്ലാണ്. നമുക്ക് ഫൗസ്റ്റീനമ്മയെ പോലെയൊക്കെ തന്നെ പറയാനുണ്ടാവും. ഓരോ ദിവസവും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ, നമ്മൾ അതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫൗസ്റ്റീനമ്മയിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്, എത്രയൊക്കെ ദുരിതങ്ങളും എത്രയൊക്കെ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും വന്നാലും നിങ്ങളുടെ ആ ഒരു സമചിത്തത, നിങ്ങളുടെ ഒരു ബാലൻസ്, നിങ്ങളുടെ ആത്മീയ സമാധാനം, ഉള്ളിലുള്ളൊരു സമാധാനം, ഈശോ തന്നിട്ടുള്ളൊരു സമാധാനം ഉണ്ടല്ലോ, അത് കളയരുതെന്ന്. എളുപ്പമല്ല പറയുമ്പോൾ, പക്ഷെ എപ്പോഴും ഓർത്ത് നോക്കി, നമുക്ക് എപ്പോഴും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കുന്ന ജീവിതങ്ങളൊന്നും അല്ലോ, ദിവസങ്ങളൊന്നും അല്ലോ. എത്രയൊക്കെ വേദനകളും ദുരിതങ്ങളും ഒക്കെ നമ്മളിങ്ങനെ വീർപ്പും പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും, അത് നമ്മളിങ്ങനെ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ ആന്തരിക സമാധാനം നഷ്ടപ്പെടുത്തി കളയരുതെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനം തരുന്ന ആരാണ്? ഈശോയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഈ സമാധാനം നഷ്ടപ്പെട്ടു, ഈശോ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ തന്നെ ഞാൻ അങ്ങ് ആകുലപ്പെട്ടു പോവാണ്, ഞാൻ തകർന്നു പോവാണ്, എനിക്ക് ടെൻഷൻ വരികയാണ്, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോവാണ്, എന്നെ ഒന്ന് സഹായിച്ചേക്കണേ, ആ സമാധാനം എനിക്കൊന്ന് തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഫൗസ്റ്റീനമ്മ പറയാണ് ഈ 607 പാരഗ്രാഫിലെ, ഞാനങ്ങനെ എനിക്ക് ഇത്രയും ദുരിതങ്ങൾ വന്നപ്പോഴും എൻ്റെ ആത്മീയ സമാധാനം, എൻ്റെ ഉള്ളിലുള്ള സമാധാനം ഞാൻ കളയാതെ ആ ബാലൻസ് കീപ്പ് ചെയ്ത സമയത്ത് എൻ്റെ പ്രതിയോഗിയുടെ മുട്ട് കുത്തേണ്ടി വന്നു, എൻ്റെ പ്രതിയോഗി തോൽവി സമ്മതിക്കേണ്ടി വന്നു, എൻ്റെ ആത്മധൈര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു, എന്നെ തകർക്കാൻ ശ്രമിച്ച പ്രതിയോഗി മുട്ടുമടക്കിയത്. നമുക്കിത് വരും അല്ലേ, നമ്മൾ നന്നായിട്ടിരുന്നാലും നമ്മൾ എങ്ങനെ ജീവിച്ചാലും നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കളുണ്ടാവും. പ്രത്യേകിച്ച് സാത്താൻ പല പ്രലോഭനങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരും. പക്ഷേ ഈ പ്രതിയോഗി മുട്ടുമടക്കണം എന്നെ ചെയ്യണം? ഇയാൾക്ക് എന്തു ദുരിതം, ഇയാൾക്ക് എന്ത് സമാധാനക്കേട് കൊടുത്താലും ഈശോ കൊടുത്തൊരു സമാധാനം ഇയാളുടെ ഉള്ളിലുള്ളതുകൊണ്ട് ആ ആത്മശക്തി ചോർന്നു പോകാതെ ഇയാൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അത് മനസ്സിലാക്കി പ്രതിയോഗി മുട്ടുമടക്കുക തന്നെ ചെയ്യും.